ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് കരുതുന്നത് നമുക്കൊരു ലോങ് വീഡിയോ ചെയ്യാമെന്നാണ് കേട്ടോ. കാരണം ഒത്തിരിയായി നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഉണ്ണിച്ചനൊക്കെ അവധിയാണ്, അപ്പോൾ എല്ലാവരും ഉള്ളൊരു ദിവസം ആയതുകൊണ്ട് ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്നാണ് കേട്ടോ കരുതിയേക്കണേ. ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് ഇപ്പം ഇന്ന് നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ് കേട്ടോ, നല്ല വെയിലുണ്ട് ഇന്ന് രാവിലെ തന്നെ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ രാവിലത്തെ അതായത് ബ്രഷിങ്ങും പരിപാടികളൊക്കെ ഞാൻ കഴിച്ചു. ഇനി എനിക്ക് അടുക്കളയിലേക്ക് പോകണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തായി എന്നൊക്കെ നോക്കണം, കഴിക്കണം. ഉണ്ണിച്ചനെ എണീറ്റിട്ടില്ല. കുഞ്ഞ് നേരത്തെ എണീറ്റ് അവർ അമ്മയും അച്ഛനും കൂടി കുഞ്ഞിനെ ഹാളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കുഞ്ഞിൻ്റെ അടുത്തായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പോകാൻ നോക്കട്ടെ. ഇന്നത്തെ നല്ല വെയിൽ, നല്ലെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട് ഇന്ന് രാവിലെ തന്നെ. സാധാരണ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പാണ്, ഇന്ന് നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലെ നല്ല വെയിലാണ്, നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇന്ന്. നേരെ അടുക്കളയിലേക്ക് പോകാം. അപ്പം നമുക്ക് നേരെ അമ്മേനെ പോയി സഹായിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നത്തെ കുറച്ച് ചില്ലറ പരിപാടികളാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ മാക്സിമം കവർ ചെയ്യാവുന്ന അത്രയും കവർ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ അമ്മ അവിടെ ആരാൻ്റെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്, ചായ ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ചായ ഉണ്ടാക്കാമോ എന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ചായ ഉണ്ടാക്കാമെന്ന് കരുതി ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഈ വീട്ടിൽ ഏറ്റവും ആദ്യം എണീക്കുന്ന അവർ രണ്ടുപേരാണ് കേട്ടോ. അത് എന്ത് തണുപ്പായാലും അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് അമ്മേ, തണുപ്പാണ്, എണീക്കേണ്ട കാര്യമില്ല, ഇത്ര രാവിലെ പയ്യെ എണീറ്റ് എല്ലാ പണികളും ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞാലും അമ്മ പറയുന്നത് പണ്ട് മുതലേ അമ്മ നേരത്തെ ഈ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എണീറ്റുള്ള ശീലം അമ്മയ്ക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതുകൊണ്ട് രാവിലെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കുക്കറിൽ അരി അടപ്പത്തിടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ അച്ഛനും മോനും കൂടി എണീറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ണിച്ചൻ്റെ വീട്ടിൽ കുഞ്ഞിനെ എന്നും വിളിച്ച് കാണിക്കട്ടെ. അതെൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ പോലെയാണ് കേട്ടോ. അത് ഞാൻ നേരെ റൂമിലേക്ക് ചെന്നിട്ട് എല്ലാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടുന്നുണ്ട്, കാരണം ക്ലീൻ ചെയ്യണം അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുഞ്ഞിനെ നല്ല ചൂടാണല്ലോ, അപ്പോൾ നല്ല ചൂടുള്ളപ്പോൾ അവളെ ഒന്ന് കുളിപ്പിച്ച് എല്ലാം സെറ്റാക്കി അവളുടെ കാര്യമെല്ലാം ആദ്യം കഴിച്ച് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ ചെയ്തൊന്ന് അവളുടെ എല്ലാ മസാജും കാര്യങ്ങളും എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ടാട്ടോ അവളെ ഞാൻ കുളിപ്പിച്ച് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നിലത്തി വെച്ചിട്ടാട്ടോ എല്ലാം ചെയ്യുന്നത്. എനിക്കൊരു പേടിയാണ് അവളുടെ ഈ എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ കയ്യിൽ നിന്നെങ്ങാനും വഴുതി പോവോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായതുകൊണ്ട് അമ്മ സൈഡിൽ നിന്ന് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഒരു ടെൻഷനും ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ആ ടെൻഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവളെ കുളിപ്പിച്ച് അമ്മ അവളെ തുടയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയം ഉണ്ണിച്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് വന്നൊന്ന് ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ടായതിന് ശേഷം 2 ദിവസം കൂടുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഹൂർ ചെയ്യും കേട്ടോ എല്ലാവിടും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് കുഞ്ഞിൻ്റെ പാമ്പർ ബാഗ് ഒന്ന് നിറച്ച് വെക്കുന്നുണ്ട്, കാരണം രാത്രിയിൽ ഇവർക്ക് പാമ്പർ മാറ്റാൻ നേരത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഈസിയാണ് കേട്ടോ. കാരണം തപ്പി നടക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. അങ്ങനെ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ റൂമൊക്കെ ഒന്ന് ഹൂർ ചെയ്തത് എല്ലാവിടും ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്ലീനിങ്ങിൻ്റെ ഭ്രാന്ത് കയറും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കാണുന്ന എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റീസെറ്റ് ചെയ്യുകയൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ എല്ലാം ഒന്ന് മാറ്റി വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം അച്ഛനും അമ്മയും വന്നുകൊണ്ടാട്ടോ ഞാനിങ്ങനെ സമാധാനത്തോടെ ഇത് ചെയ്യുന്നത്. കാരണം കുഞ്ഞ് കരഞ്ഞാലും അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ കുഞ്ഞിനെ മാനേജ് ചെയ്യുമല്ലോ. ഇനിയിപ്പോൾ ഇവർ പോയി കഴിയുമ്പോൾ ഡ്യൂട്ടിയും എല്ലാം കൂടി ആയിട്ട് ഞാനും ഉണ്ണിച്ചനും എല്ലാം ഒന്ന് മാനേജ് ചെയ്ത് പഠിക്കണം. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് പാല് കൊടുക്കാനായിട്ട് പോയിട്ടോ. പിന്നെ ആ സമയം കൊണ്ട് അച്ഛനാണെങ്കിൽ എല്ലാം മേടിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ വീണ്ടും കളത്തിലിറങ്ങിയിട്ട് അങ്ങനെ ഞാൻ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്, അടുക്കളയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടുക്കളയും ഞാൻ ചെയ്തിടുന്നുണ്ട്. ടോയ്ലറ്റ് പിന്നെ ഞാൻ കുളിക്കുമ്പോഴാട്ടോ ചെയ്യാറ്. അങ്ങനെ ഇത് ഉണ്ണിച്ചൻ പുറത്ത് പോയേക്കുമായിരുന്നു, കാറിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് പുറത്ത് പോയിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ കളിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒന്ന് കട്ടോറുമ്പായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി. അങ്ങനെ ഇത് ഉണ്ണിച്ചൻ കുഞ്ഞിൻ്റെ നഖം വെട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം കേട്ടോ കുഞ്ഞിൻ്റെ നഖം വെട്ടുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനായിട്ടൊന്ന്
അങ്ങനെ ഞാൻ കുളിക്കണ സമയത്ത് ഒന്നിച്ചും ജിമ്മിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സോപ്പ് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ തുടങ്ങിയതുകൊണ്ട് നേരത്തെ ഇരുട്ടു, ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇരുട്ടു കേട്ടോ. അങ്ങനെ ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് അച്ഛൻ പന്നി നുറുക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് പന്നിക്കറി ആക്കാമെന്ന് വെച്ചിട്ടോ. അമ്മയുടെ പന്നിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇത് ജിമ്മിൽ പോയിട്ട് ഉണ്ണിച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ റീലൊക്കെ പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല കാര്യങ്ങളും എടുക്കാൻ ഞാൻ വിട്ടുപോയി. കാരണം ഞാൻ വ്ളോഗ് എടുക്കണ കാര്യം സത്യം പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ പെട്ടെന്ന് കണ്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചു. അപ്പോൾ അതേ കറക്റ്റ് ഇവിടെ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജനാലിൽ നിന്നുള്ളൊരു സീനറിയാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ ഒരു വൈകുന്നേരം വരെയുള്ള നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.